വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ വിഷയം ഒന്ന് അവതരിപ്പിക്കുകയാണ്. നമുക്കറിയാം, സൈബർ സ്പേസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷനിലൂടെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു പ്രതീതി ലോകമാണ്, ഒരു വെർച്വൽ വേൾഡാണ്. ഈ പ്രതീതി ലോകത്തെ പൗരന്മാരാണ് സാങ്കേതിക സാക്ഷരതയുള്ള എല്ലാവരും. അവരെ നമ്മൾ നെറ്റിസൺ എന്നും സൈബർ സിറ്റിസൺ എന്നും ഒക്കെ വിളിക്കുന്നു. വാസ്തവത്തിൽ ഈ സൈബർ സ്പേസ് എന്ന് പറയുന്നത് ഒരു സബ് സൊസൈറ്റിയാണ്, ഒരു ഉപസമൂഹം. സ്വാഭാവികമായും നമ്മുടെ പൊതുസമൂഹത്തിലുള്ള എല്ലാ ആചാരങ്ങളും ദുരാചാരങ്ങളും സദാചാരങ്ങളും എല്ലാം ഏറിയും കുറഞ്ഞും പ്രതിഫലിക്കുന്ന ഒരു ഇടമാണ് സൈബർ സ്പേസ്. അതുകൊണ്ട് തന്നെ സൈബർ ഇടത്തിലെ ലൈംഗിക സദാചാരം എന്ന വിഷയത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിലെ ലൈംഗിക സദാചാരം അത് എത്തി നിൽക്കുന്ന അവസ്ഥ, അതിന്റെ വർത്തമാനം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും. അതായത് നമ്മുടെ ലൈംഗിക സദാചാരം ഇപ്പോഴും കുറെ വർഷങ്ങളായി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളൊക്കെ വന്നു കഴിഞ്ഞു. അതിൽ ഒരുതരം വിക്ടോറിയൻ മൊറാലിറ്റിയുടെ പിന്തുടർച്ചക്കാരെ പോലെയാണ് കൊളോണിയൽ ഭരണത്തിന്റെ എല്ലാ തിരശേഷിപ്പുകളെയും നിരുപാധികം നെഞ്ചിലേറ്റുന്ന ഒരു മൂല്യ വ്യവസ്ഥ, ഒരു സദാചാര മൂല്യ വ്യവസ്ഥയെ മുറുകെ പുണരുന്നവരാണ് നമ്മൾ മലയാളികൾ. അതുകൊണ്ട് തന്നെ ദാമ്പത്യ ബന്ധത്തിന് പുറത്തുള്ള എല്ലാ ലൈംഗിക ആഹ്ലാദങ്ങളെയും, അത് ഉഭയസമ്മതത്തോടെയുള്ള ലൈംഗിക വീഴ്ചകളാണെങ്കിൽ പോലും അതിനെയൊക്കെ ഒരു വലിയ കുറ്റകൃത്യമായി കാണുന്ന പ്രാകൃതമായ ഒരു മനസ്ഥിതി തന്നെയാണ് നമ്മുടെ മലയാളിക്ക് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, പ്രണയം പോലും, ദാമ്പത്യത്തിന് പുറത്തുള്ള പ്രണയം പോലും പാപമാണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദാമ്പത്യത്തിന് പുറത്തുള്ള പ്രണയം പോലും പാടില്ല എന്ന് പറയുന്ന ഒരു സാരോപദേശ കഥയാണ് ഇപ്പോൾ മുന്തിരി വള്ളികൾ തളർക്കുമ്പോൾ എന്ന പേരിൽ നമ്മുടെ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്, നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ മലയാളികൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഈ രൂപത്തിലുള്ള സദാചാര പാഠപുസ്തകങ്ങൾക്കാണ് നമ്മുടെ ജനപ്രിയ ആഖ്യാനങ്ങളിൽ എപ്പോഴും വിപുലമായ സ്വീകാര്യത കൈവരുന്നത്. ഈ പൊതുബോധത്തിന്റെ പിൻബലമുള്ളത് കൊണ്ട് മാത്രം സദാചാര പോലീസിംഗ് എന്നത് പരക്കെ സ്വീകാര്യമുള്ള ഒരു കുറ്റകൃത്യമായി കേരളത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2014 നവംബർ 2 സദാചാര പോലീസിംഗിനെതിരെ വളരെ ശക്തമായ ഒരു പ്രതിഷേധം കേരളത്തിലെ യുവജനത നടത്തുകയുണ്ടായി, ചുംബന സമരം എന്ന പേരിൽ. അത് ശരീരത്തെ സമൂഹത്തിന്റെ വിലക്കുകളിൽ നിന്ന് വിമോചിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരുന്നു. ഒരർത്ഥത്തിൽ ശരീരത്തിന്റെ സ്വകാര്യതകളും ശരീരത്തിന്റെ ലൈംഗികതയും അതിലേക്കൊന്നും അന്യന്റെ ഇടപെടൽ പാടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഐതിഹാസിക സ്വഭാവമുള്ള ഒരു സമരമായിരുന്നു അത്. അതിനെതിരെ ഒരുമിച്ച് നിന്ന് അതിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടത് നമ്മുടെ ഇവിടെയുള്ള മതവർഗീയ ശക്തികൾ എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ടാണ്. അതിനുശേഷം വരുന്ന ഈ 2 വർഷങ്ങൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഭിന്നിപ്പിച്ചു ഭരിക്കുന്ന ഒരു ഫാഷിസ്റ്റ് ഭരണക്രമത്തിന് കീഴിലാണ് കഴിഞ്ഞ 2 വർഷത്തോളമായി. സ്വാഭാവികമായും അതിന്റെ ഭാഗമായി മനുഷ്യർ കൂടുതൽ വർഗീയമായി ചേരിതിരിവിലേക്ക് പോവുകയും ഈ സദാചാരം എന്നുള്ളതൊരു മതനിർമ്മിതി ആയതുകൊണ്ട് തന്നെ മതം സദാചാരത്തെ എപ്പോഴും മുറുകെ പിടിക്കുന്നത് കൊണ്ട് തന്നെ മതപ്രബോധനങ്ങളുടെ ഭാഗമാണ് സദാചാരം എന്നുള്ളത് തന്നെ ഓരോ വർഷം കഴിയുമ്പോഴും ഈ
സദാചാരം, ഈ സാമ്പ്രദായിക സദാചാര ബോധം കൂടുതൽ സമൂഹത്തിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സൈബർ സ്പേസിൽ സദാചാരത്തെ പറ്റി സംസാരിക്കുന്നത്. ഈ ചുംബന സമരത്തിന്റെ കാലത്ത് തന്നെ അതിനെതിരായ സദാചാര പോലീസിംഗിനെതിരായ അസംഘടിതമായ ജനാധിപത്യ ശബ്ദങ്ങൾക്ക് ഏകീകൃതമായ ഒരു പ്ലാറ്റ്ഫോം, ഒരു വേദി ഒരുക്കിയത് സോഷ്യൽ മീഡിയയാണ്. നമ്മുടെ അറിവിന്റെ ജനാധിപത്യവൽക്കരണത്തിനും അഭിപ്രായങ്ങളുടെ ജനാധിപത്യവൽക്കരണത്തിനും ഒരുപോലെ ഒതുങ്ങുന്ന ആ പ്ലാറ്റ്ഫോമാണ് ഒരു പരിധിവരെ വേറൊരു അർത്ഥത്തിൽ കേരളീയ പുരുഷന്മാർ ഒരു തരത്തിൽ സെക്ഷൽ പ്രഡക്ടർമാരായി, ഇരപിടിക്കുന്നവരായി മാറുന്ന ഒരു അവസ്ഥ കൂടി അതിൽ കാണാം. പലതും ഫേക്ക് ഐഡന്റിറ്റികളാണ്. മറഞ്ഞിരിക്കുന്ന ഒരു സ്വത്വത്തിനുള്ളിൽ നിന്ന് നിങ്ങൾക്ക് എന്തുമാവാം എന്ന് പറയുന്ന ഒരു സ്വഭാവം ഈ സൈബർ സ്പേസിൽ പലപ്പോഴും പ്രവർത്തി കാണാറുണ്ട്. അതായത് നമ്മുടെ ഓഫ്ലൈൻ മൊറാലിറ്റിയും ഓൺലൈൻ മൊറാലിറ്റിയും രണ്ടും രണ്ടായി നിൽക്കുന്ന ഒരുതരം വൈരുദ്ധ്യം അതിൽ പ്രകടമാണ്. ഓഫ്ലൈനായി മൊറാലിറ്റി സൂക്ഷിക്കുന്നവർ ഓൺലൈനായി ഇമ്മോറലായി മാറുന്നു. ഈ സാമ്പ്രദായിക സത്യം അനുസരിച്ച് ഉള്ള ഒരുതരം ഇമ്മോറാലിറ്റി അതിൽ നമുക്ക് കാണാം. ഈ ഹിഡൻ ഐഡന്റിറ്റിയിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന സ്വത്വത്തിന് മറഞ്ഞിരുന്നുകൊണ്ട് നമ്മൾ സാധാരണ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനിൽ മുഖാമുഖമുള്ള ആശയവിനിമയത്തിലൂടെ തുറന്ന് പ്രകടിപ്പിക്കാൻ കഴിയാത്ത വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു ഇടമായി സൈബർ സ്പേസ് മാറിക്കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഈ സൈബർ സ്പേസ് ഒരു ടെക്നോളജിയാൽ ഫെസിലിറ്റേറ്റ് ചെയ്യപ്പെടുന്ന സാങ്കേതികതയാൽ കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തപ്പെടുന്ന സെക്ഷൽ വയലൻസിന്റെയും സെക്ഷൽ ഹാരാസ്മെന്റിന്റെയും ഒരു മേഖല കൂടിയായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്കറിയാം സൈബർ സ്പേസിലെ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനങ്ങൾ, അതൊരു പെണ്ണാണ് പ്രകടിപ്പിക്കുന്നതെങ്കിൽ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്ത്രീകളെ ഒരുതരം വെർച്വൽ റേപ്പിന് വിധേയമാക്കുന്ന അവസ്ഥ വളരെ വ്യാപകമായി നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം, ഫേസ്ബുക്കിലൊക്കെ കാണാം. ഈ അടുത്ത് തന്നെ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു ഉദാഹരണം, മുന്തിരിവള്ളികൾ തകർക്കുമ്പോൾ എന്നൊരു സിനിമയെ പറ്റി ഒരു മീഡിയ വൺ റിപ്പോർട്ടർ റിവ്യൂ എഴുതിയ സമയത്ത് ലാൽ ഫാൻസ്, മോഹൻലാലിന്റെ ആരാധകരെന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗം അതിരൂക്ഷമായ രൂപത്തിലുള്ള ഒരുതരം സെക്ഷൽ വയലൻസ് ആണ് അതിലൂടെ പ്രകടിപ്പിച്ചത്. നിന്റെ റേറ്റ് എത്രയടി എന്നായിരുന്നു അതിലെ കമന്റുകളുടെ ഒരു പൊതു സ്വഭാവം. അതേ രൂപത്തിൽ തന്നെ ചോദിച്ചവരുണ്ട്. ഇങ്ങനെയുള്ള ടെക്നോളജിയാൽ ഫെസിലിറ്റേറ്റ് ചെയ്യപ്പെടുന്ന ഒരുതരം സെക്ഷൽ വയലൻസും ഹരാസ്മെന്റും ഒരു വശത്ത്, മറ്റൊരു വശത്ത് പീഡോഫീലിയ, ശിശുരതി, ഇതൊക്കെ വളരെ വ്യാപകമാണ്. ഇപ്പം നിങ്ങൾ ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പത്തെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ കോഴിക്കോട് എഡിഷന്റെ മുൻ പേജിൽ ഒരു വാർത്ത വന്നു. ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു അത്. അമൃത്സറും ലക്നൌവും കഴിഞ്ഞാൽ ആലപ്പുഴയും തൃശ്ശൂരുമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൈൽഡ് പോൺ സൈറ്റുകൾ സർഫ് ചെയ്യുന്നവരുള്ള ഇടം എന്നാണ്. അത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ സർവേ ഒന്നുമല്ല, അത് ഗവൺമെന്റിന്റെ ഡാറ്റ വെച്ചുകൊണ്ടുള്ള ഒരു കണ്ടെത്തലാണ്. ഒരു വശത്ത് ഈ പീഡോഫീലിയ, ശിശുരതി അതുപോലുള്ള കാര്യങ്ങൾ, മറുവശത്ത് സൈബർ സെക്സിനുള്ള അഡിക്ഷൻ കൊണ്ട് നമ്മുടെ സാമ്പ്രദായിക കുടുംബ വ്യവസ്ഥ തകരുന്നു എന്ന് പറയുന്നത് പോലുള്ള, അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഇൻഫിഡലിറ്റി, ഇന്റർനെറ്റ് വഴിയുള്ള പരസ്പര വിശ്വാസമില്ലായ്മ, വിശ്വാസ വഞ്ചന ഒക്കെ ഒരു വശത്ത് നടത്തുന്നു. അങ്ങനെ കുടുംബ വ്യവസ്ഥ വേറെ തരത്തിൽ തകരുന്നതിനെ പറ്റിയുള്ള ആശങ്കകൾ ഒരു വശത്ത്. ഈ ഒരു പരിസ്ഥിതിയിലാണ് നമ്മൾ സൈബർ സ്പേസ് എങ്ങനെയാണ്, നമ്മുടെ മലയാളിയുടെ സൈബർ ജീവിതം എങ്ങനെയാണ് നമ്മുടെ മൊറാലിറ്റിയെ പറ്റി, നമ്മുടെ സദാചാരത്തെ പറ്റിയുള്ള അതെങ്ങനെ പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി CS ചന്ദ്രികയിലേക്ക്. ഈ സദാചാരം എന്ന പദം തന്നെ സ്ത്രീവിരുദ്ധമായ ഒന്നാണ്. അതൊരു പുരുഷ നിർമ്മിതിയോ അല്ലെങ്കിൽ ഒരു മതനിർമ്മിതിയോ ഒക്കെ ഒന്നാണ്. അതിനൊരു പാട്രിയാർക്കൽ സ്വഭാവമുണ്ട്. സൈബർ സ്പേസിലെ ഇടപെടലുകൾ എങ്ങനെയാണ് ഈ ഒരു സദാചാരം എങ്ങനെയാണ് സ്ത്രീകളെ ബാധിക്കുന്നത്?
രണ്ട് തരത്തിൽ അത് സ്ത്രീകളെ സംബന്ധിച്ച് ബാധിച്ചിട്ടുണ്ട്. ഒന്ന് വളരെ പോസിറ്റീവായിട്ടും ഒന്ന് വളരെ നെഗറ്റീവായിട്ടും. പോസിറ്റീവ് എന്ന് ഞാൻ പറയുന്നത്, നമുക്കറിയാം ഇന്ത്യൻ സമൂഹത്തിൽ, അതിൻ്റെ ഭാഗമായി കേരള സമൂഹത്തിൽ സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരു ലൈംഗിക ശരീരം മാത്രമാണ് എന്ന് പറയുന്ന ഒരു വസ്തുനിലയിൽ മാത്രം കാണുന്ന ഒരു വ്യക്തിയാണ്. വ്യക്തി എന്ന് കാണാറില്ല, ഒരു ശരീരം എന്നുള്ള രീതിയിൽ തന്നെ സെക്ഷൽ ഒബ്ജക്റ്റ് ആണ്. ഒരു സബ്ജക്റ്റായി, വിഷയമായിട്ട് ഒരിക്കലും സ്ത്രീയെ നമ്മൾ കാണാറില്ല. അത് നമ്മുടെ കലയിലാണെങ്കിലും സാഹിത്യത്തിലാണെങ്കിലും ഒക്കെ അതിൻ്റെ ഒരു വലിയ ധാര നമ്മൾ കണ്ടതാണ്. അതിനോടുള്ള കലാപമായിട്ടാണ് ലോകത്ത് തന്നെ ആകെ ഉണർന്നു വന്നിട്ടുള്ള സ്ത്രീകളുടെ മുന്നേറ്റങ്ങളുടെ ഭാഗമായി ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഉണ്ടാവുകയും ബദൽ പ്രതിനിധാനങ്ങൾ സ്ത്രീകളുടെ വളരെ വിഷയം എന്നുള്ള രീതിയിൽ സ്ത്രീകളുടെ ജീവിതത്തെയും സ്ത്രീകളുടെ ഡിസയേഴ്സിനെയും സ്ത്രീകളുടെ സ്വപ്നങ്ങളെയും ഒക്കെ തന്നെ പ്രതിനിധീകരിക്കുന്ന തരത്തിലുള്ള എല്ലാ ഇടപെടലുകളും സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും നടന്നിട്ടുള്ളത്. അവിടെ നിന്ന് ടെക്നോളജിയുടെ ഒരു വലിയ വിസ്ഫോടനത്തിൽ സംഭവിക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് നിശബ്ദമാക്കപ്പെട്ടിട്ടുള്ള അവരുടെ തൃഷ്ണകൾക്ക് ഒരു വലിയ ഇടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത സൃഷ്ടിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം. ഈ നേരത്തെ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഒന്നുകിൽ വീട് അല്ലെങ്കിൽ പൊതുവിടം, അതിനപ്പുറത്തേക്ക് അവളുടെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അങ്ങനെയല്ല. പിന്നെ ഇന്റർനെറ്റും മറ്റും വന്നതോടുകൂടി മൊബൈൽ ഫോണിന്റെയും ഒക്കെ വലിയ വ്യാപകമായിട്ടുള്ള ഉപയോഗത്തിൽ സ്ത്രീകൾക്ക് വലിയ സ്വകാര്യത കിട്ടുന്നുണ്ട്. നേരത്തെ സ്ത്രീകൾക്ക് സ്വകാര്യത എന്ന് പറയുന്നത് ഇല്ല. സ്ത്രീകൾ ബാക്കിയുള്ളവരുടേതൊക്കെയായിരുന്നു, അവൾക്കായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ ടെക്നോളജി സ്ത്രീകൾക്ക് വലിയ വലിയ സ്വകാര്യത കൊടുത്തിട്ടുണ്ട്. സ്വകാര്യത എന്ന് പറയുന്നത് വലിയ സ്വാതന്ത്ര്യം കൂടിയാണ് സത്യത്തില്. ആ സ്വാതന്ത്ര്യത്തെ സ്ത്രീകൾ നന്നായി ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അതൊരു വലിയ ഒരു വിപ്ലവത്തിന്റെ എന്താ പറയാ ഒരു സ്ട്രീം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മതമാണെങ്കിലും പാട്രിയാർക്കി ആണെങ്കിലും സജീഷ് ചോദിച്ചതുപോലെ സ്ത്രീകളുടെ ഉള്ളിൽ തന്നെ ഒരുതരം സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ഫെമിനിനിറ്റി അല്ലെങ്കിൽ ഒരു സ്ത്രൈണത സങ്കല്പം വളരെ ഡീപ് റൂട്ടഡ് ആയിട്ട് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിനെ അപനിർമ്മിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ടോ സ്ത്രീകളുടേതായിട്ടുള്ള ഒരു വലിയ അവബോധം ഉണ്ടാക്കിക്കൊണ്ടോ സ്ത്രീക്ക് സ്വയം ലിബറേറ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് ഇത്രയും വലിയ ഒരു സാധ്യതയെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അത് പറ്റാതെ ഇത്തരത്തിലുള്ള ഒരു വലിയ സാധ്യത കൊടുക്കുമ്പോൾ പലപ്പോഴും അതിന്റെ ട്രാപ്പിൽ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ട്രാപ്പിൽ വീഴുന്നവരാണ് ഭൂരിഭാഗം സ്ത്രീകൾ. നമ്മൾ കണ്ടിട്ടുള്ള സൈബർ ക്രൈം എന്ന് പറയുന്ന ഒരു വലിയ ഒരു ടെർമിനോളജി തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും സ്ത്രീകൾ ഇതിനെങ്ങനെ പ്രതിരോധിക്കണം, നേരത്തെ പറഞ്ഞതുപോലെ പോണോഗ്രാഫി ആണെങ്കിലും സൈബർ സെക്ഷൽ വയലൻസ് ആണെങ്കിലും ഇന്റർനെറ്റ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. നമുക്ക് മറ്റു തരത്തിലുള്ള സെക്ഷുവാലിറ്റിയെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചിരുന്നത്. നമുക്ക് ഹെറ്ററോസെക്ഷുവാലിറ്റിയും പിന്നെ ബൈസെക്ഷുവാലിറ്റിയും ഹോമോസെക്ഷുവാലിറ്റിയും ഒക്കെ അറിയാം. പക്ഷെ ഇന്റർനെറ്റ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി ഇപ്പൊ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഓൺലൈൻ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് പലരും അതിന് അഡിക്റ്റ് ആവുന്നുണ്ട്. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, പക്ഷേ അതിന്റെ ഒരു ദുരനുഭവം വരുമ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ, പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, പിന്നെ ഓൺലൈനിൽ ഇരുന്ന് സംസാരിക്കുകയും ഇതെല്ലാം പിന്നെ ഓൺലൈൻ സെക്ഷുവൽ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ട് നേരിട്ട് അയാൾ വീട്ടിലേക്ക് വരികയും ഈ സ്ത്രീയെ പിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും അല്ലെങ്കിൽ ഒന്നുകിൽ കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് ദുരന്ത കഥകൾ, വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ സ്ത്രീകൾക്ക് സ്വയം രക്ഷപ്പെടാനോ അല്ലെങ്കിൽ തന്നെ പ്രതിരോധിക്കാനോ പറ്റുന്ന ഒരു അവസ്ഥ ഇല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു വിപുലമായിട്ടുള്ള ട്രാപ്പിൽ സ്ത്രീകൾ വീണു പോകുന്നുണ്ട്. അതേസമയം ഇതിനെ നന്നായി ഉപയോഗിക്കുന്ന പിന്നെ തിരിച്ചറിവുള്ള കുറച്ച് സ്ത്രീകളുടെ ഒരു വലിയ മുന്നേറ്റവും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, കേരളം പോലുള്ള ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മലയാളി സദാചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള ഹിപ്പോക്രസിയുടെ ഒരു വലിയ രാക്ഷസീയമായിട്ടുള്ള രൂപമുള്ളതാണ്. എല്ലാവരും രഹസ്യമായി എല്ലാം ആസ്വദിക്കുകയും പരസ്യമായി ഇതൊക്കെ പിന്നെ ഇതിനെയെല്ലാം നിഷേധിക്കുകയും ചെയ്യുന്നവരാണ്.
നമുക്ക് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ഓൺലൈൻ സെക്ഷുവാലിറ്റിയുടെ ഒരു ഭാഗമായിട്ട് കേരളീയ സമൂഹത്തിൽ വളരെ വ്യാപകമായിട്ട് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ പഴയ പ്രണയ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഒരാളെ അല്ലെ ധ്യാനാത്മകമായിട്ട് ധ്യാനിക്കുന്നത് പോലെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രണയിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ വളരെ സേഫ് ആയിട്ടുള്ള പ്രണയം എന്ന് പറയുന്നത് പോലും മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പാണ്. അത് ഒരു തരത്തിലുള്ള സൗകര്യമോ ഒരു തരത്തിലുള്ള എന്താ പറയാ മനുഷ്യന്റെ തൃഷ്ണകളുടെ വൈവിധ്യത്തിന്റെ ഒരു സാക്ഷാത്കാരം ഒക്കെയായിട്ട് ആളുകൾ അതിൽ അഭിരമിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഓൺലൈൻ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സൈബർ റിലേഷൻഷിപ്പ് ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പിനെ അടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. വീട്ടിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കും, നമുക്ക് എല്ലാവർക്കും എന്താ പറയുക മാന്യമായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ വിവാഹബന്ധം, ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന ഒരു ബന്ധം വീട്ടിൽ സൂക്ഷിക്കുകയും അതിനപ്പുറത്തേക്ക് വളരെ 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 നിഗൂഢമായി രഹസ്യാത്മകമായിട്ട് ഇത്തരത്തിലുള്ള ഒരു എക്സ്പ്ലോറേഷൻ നടത്തുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യര് തുറന്ന് ഇവർ തന്നെയാണ് സദാചാര പോലീസിംഗിന് നേതൃത്വം കൊടുക്കുന്നത്. സദാചാര പോലീസിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, മൊത്തത്തിൽ ഈ പറയുന്ന മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ എന്ന് പറയുന്നത് സത്യത്തിൽ അല്ലെങ്കിൽ ചോദന എന്ന് പറയുന്നത് നമുക്കറിയാം. ലൈംഗികത ഒഴിച്ചു നിർത്തിക്കൊണ്ട് നമുക്ക് മനുഷ്യനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. അതിന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള തലങ്ങൾ നമ്മൾ കവിതയിലും കഥയിലും നോവലിലും മറ്റ് സാഹിത്യ കലാരൂപങ്ങളിലും ഒക്കെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നു. ഒരു സമൂഹത്തിന്റെ ഇത്തരത്തിലുള്ള ഹിപ്പോക്രസി നമ്മൾ തുറന്നു കാണിക്കാനോ അല്ലെങ്കിൽ ഒരു നവീകരിക്കാനോ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അതിനനുസരിച്ച് ഈ തരത്തിലുള്ള നേരത്തെ പറഞ്ഞ മതത്തിൻ്റെതായാലും ഒരുതരം ഫ്യൂഡൽ ഒരു സംസ്കാരത്തിന്റെ സദാചാരങ്ങൾ നമ്മൾ ഇപ്പോഴും കൈവിടാൻ തയ്യാറായിട്ടില്ല. എല്ലാം നമുക്ക് വേണം, പക്ഷെ അതേസമയം നമ്മൾ ഈ പറയുന്ന ആധുനികരാവാനുള്ള ഈ നേരത്തെ പറഞ്ഞ കുടുംബം അല്ലെങ്കിൽ അണുകുടുംബം, അതിനുള്ളിലെ മാന്യത, അതിൻ്റെതായിട്ടുള്ള ഒരു കൾച്ചർ എന്ന് പറയുന്ന അതും കോട്ടിലാണ്. അത് സൂക്ഷിക്കാനായിട്ട് നമ്മൾ പാടുപെടുകയും ചെയ്യുന്നു. ഈ ഒരു ട്രപ്പീസുകളിൽ ഏറ്റവും അധികം ദുരന്തം അനുഭവിക്കുന്നത് സത്യത്തിൽ സ്ത്രീകൾ തന്നെയാണ്. പുരുഷനല്ലെങ്കിൽ പണ്ടുമുണ്ടായിരുന്ന ഒരു പൊതു ഇടം എന്ന് പറയുന്നത് അവനിപ്പോ സൈബർ സ്പേസ് കൊണ്ട് കാര്യമായിട്ട് കിട്ടിയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിന്റെ ഒരു വലിയ സാധ്യതകളും അതുപോലെ തന്നെ സെക്ഷൽ വയലൻസിൻ്റെതായിട്ടുള്ള ഒരുതരം ലോകവുമാണ്. സംഗീതയോടാണ് ചോദ്യം. CS ചന്ദ്രിക ഇവിടെ സൂചിപ്പിച്ച സ്ത്രീകളുടെ സ്വകാര്യതയ്ക്കുള്ള ഒരു ഇടം അല്ലെങ്കിൽ സ്ത്രീകളുടെ സോഷ്യലൈസേഷനുള്ള ഒരു ഇടം എന്നുള്ള രൂപത്തിൽ ഒരേസമയം സൈബർ സ്പേസിനെ അങ്ങനെ കാണുമ്പോൾ പോലും ഒരർത്ഥത്തിൽ അതൊരു ട്രാപ്പായി മാറുന്നു എന്ന് CS ചന്ദ്രയെ സൂചിപ്പിക്കുകയുണ്ടായി. അതിനെപ്പറ്റിയുള്ള അഭിപ്രായം? ട്രാപ്പായി മാറുന്നതൊക്കെ ഓരോ വ്യക്തിയെ ആശ്രയിച്ചിരിക്കും. ഇത് ശരിക്കും നമ്മുടെ ഒരു ഇന്റലിജൻസ്, ഒരു ക്വസ്റ്റൻ ഓഫ് ഇന്റലിജൻസ് ആണ്. വെബ് ടിക്കറ്റ് ആണ് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം. എന്താണ് വെബ് സ്പേസിൽ നമ്മൾ പാലിക്കുന്ന എറ്റിക്കറ്റ് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഡിസിഷനാണ്, സ്ത്രീകളുടേതായാലും പുരുഷന്മാരുടേതായാലും നമ്മുടെ സ്വന്തം ഡിസിഷനാണ് നമ്മൾ എങ്ങനെ നമ്മളുടെ കാഴ്ചകൾ എന്തായിരിക്കണം. നമ്മൾ സ്വയം ഇപ്പൊ സംഗീത സ്വയം മലം വാരി കണ്ണിൽ തേക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ സ്വന്തം റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അത് എൻ്റെ സ്പേസിൽ എനിക്ക് അറിയാം. അപ്പൊ അറിവ് എവിടെ ഉണ്ടാവുന്നോ അന്ന് തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ ആ അറിവിലേക്ക് എത്തുന്നില്ല എന്നുള്ള ഒരു വലിയൊരു പ്രശ്നമാണ്. നമുക്ക് തിരഞ്ഞെടുക്കാനും ഒരു തിരിച്ചറിവ് ഉണ്ടാവാനും അതിനുള്ള ഒരു ലിമിറ്റേഷൻസ് മനുഷ്യന്റെ ഏറ്റവും വലിയ പരിമിതി തന്നെയാണ് ഈ വെബ് ടിക്കറ്റ്. അത് ഞാൻ ഒരിക്കലും ഈ ഇന്റർനെറ്റ് പോണോഗ്രഫീനെയോ അല്ലെങ്കിൽ ഈ സദാചാരം എന്ന് പറയുന്നതാണ് നല്ല ആചാരങ്ങൾ. നല്ല ആചാരങ്ങൾ, ഒരാളുടെ നല്ല ആചാരങ്ങൾ മറ്റൊരാൾക്ക് ദ്രോഹം വരാത്ത രീതിയിൽ അങ്ങനെയാണെങ്കിൽ അതിന് യാതൊരു തകരാറും നമുക്ക് പറയാൻ പറ്റില്ല. ഒരാൾക്ക് കുറെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്സ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ സൈബറിലൂടെ അയാൾ ലൈംഗികത എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലോ അതിനൊന്നും ഒരു കാരണവശാലും ഇത് തെറ്റാണ് എന്ന് അയാളുടെ മൊറാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും ആർക്കും അധികാരമില്ല. അയാൾ എപ്പോ മറ്റൊരാളെ ഉപദ്രവിക്കുന്നോ മറ്റൊരാൾക്ക് അയാൾ ഒരു ഭീഷണിയാവുന്നോ അവിടെ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. അതല്ല എങ്കിൽ സ്വന്തം ഒരു തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ്. എങ്ങനെ വെബ് ടിക്കറ്റ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ ഇതിൽ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് അക്രമങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ നമ്മൾ എങ്ങനെ നേരിടുമെന്ന് പോലും അറിയാതെ നമ്മൾ കുഴക്കുന്ന ഒരു പ്രശ്നം. അതാണ് അക്രമങ്ങൾക്ക് വഴിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ സൈക്കോളജിസ്റ്റുകൾ പൊതുവെ പറയുന്നതാണ് മൈ ബ്രെയിൻ ഈസ് ഫുൾ ഓഫ് സെക്സ്, നത്തിങ് ഈസ് കമ്മിങ് ഡൗൺ എന്ന് പറയും. ഒന്നും താഴത്തേക്ക് വരുന്നില്ല, താഴത്തേക്ക് വന്നാലേ വല്ല നടക്കുള്ളൂ.
അപ്പൊ ഇത് ബ്രെയിനിൽ മുഴുവൻ സെക്സ് നിറയുകയും യാതൊന്നും പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും ഈ ടൂ മച്ച് ഈ ഇന്റർനെറ്റ് പോണോഗ്രഫി ആയാലും സെക്ഷുവാലിറ്റി ആയാലും ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആയാലും ഇതൊക്കെ കൊണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ ഇതിന് നമ്മളിപ്പോ ഡ്രഗ്സിന്റെ കാര്യത്തിൽ പറയും, ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു സ്റ്റിമുലന്റ് കൊടുക്കുമ്പോൾ ബ്രെയിൻ ഉത്തേജിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഒരിക്കലും നമുക്ക് ചിരിക്കാൻ, അല്ലെങ്കിൽ തന്നെ നമുക്ക് ചിരിക്കാനുള്ള കഴിവുണ്ട്, നമുക്ക് മറ്റു പരസ്പരം സ്നേഹിക്കാനുള്ള കഴിവുണ്ട്, മറ്റുള്ളവരെ കാണുമ്പോൾ നല്ല രീതിയിൽ വർത്താനം പറയാനുള്ള കഴിവുണ്ട്. ഇതൊക്കെ ബ്രെയിനിന്റെ സ്വാഭാവികമായിട്ടുള്ള കഴിവുകളാണ്. പക്ഷെ ആർട്ടിഫിഷ്യലി ഒരു സ്റ്റിമുലൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ബ്രെയിൻ ആ രീതിയിലേ പ്രതികരിക്കുകയുള്ളൂ. പിന്നെ നെക്സ്റ്റ് ടൈം കുറച്ചും കൂടിയും പവർഫുൾ ആയിട്ടുള്ള സ്റ്റിമുലൈ വേണം. അതുകൊണ്ടായിരിക്കാം ഇപ്പോഴൊക്കെ ഈ സെക്ഷുവാലിറ്റി, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഒരു 10-25 വയസ്സ് വരെയുള്ള കാലഘട്ടത്തില് വളരെ എന്താ പറയുക, വളരെ ചെറിയ കാര്യങ്ങൾ മതിയായിരുന്നു സെക്ഷുവൽ ആയിട്ടൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവണമെങ്കിൽ. അതുപോലെയുള്ള ചിത്രങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ വളരെ മിനിമൽ ആയിട്ടായിരുന്നു സെക്ഷുവൽ എക്സൈറ്റ്മെന്റ്. ഇപ്പൊ കഴിഞ്ഞ ഒരു 10-15-20 കൊല്ലങ്ങളായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാല് എത്ര ഒരു സെക്ഷൽ എക്സൈറ്റ്മെന്റിനെ എന്തൊക്കെ വൈകൃതങ്ങൾ കുത്തി നിറച്ചാലും ആളുകള് പിന്നാലെ പോവാണ്. കാരണം അത് ആളുകൾക്ക് പറ്റാതെ വരികയാണ്, ആ എക്സൈറ്റ്മെന്റ് അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ നെക്സ്റ്റ് ടൈം അവർക്ക് പിന്നെ കൂടുതൽ വേണം, കൂടുതൽ കാഴ്ചകൾ വേണം, കൂടുതൽ ഇതുപോലെ തന്നെ മനസ്സിനെയും ഇതിനെയൊക്കെ കേടാക്കുന്ന, അല്ലെങ്കിൽ അത് ഓരോരുത്തരുടെയാണ് കേട്ടോ. അത് ഞാൻ പേഴ്സണലി എന്റെ കാര്യമാണ് പറഞ്ഞത്. എന്റെ ചോയ്സ് ആണ്. എന്റെ കണ്ണ് നാശമാക്കണോ, അല്ലെങ്കിൽ എന്റെ കണ്ണിൽ ഇതൊരു പ്രാവശ്യം പെട്ട് കഴിഞ്ഞാൽ പിന്നീട് എന്റെ തോട്ട്സിലൊക്കെ ഇത് വന്ന് നിറയാണ്. അപ്പൊ അത് എന്റെ ഒരു ചോയ്സ് ആണ്. അത് ഓരോ വ്യക്തികൾക്കും അതിൻ്റെതായ ഒരു ചോയ്സ് ഉണ്ട്. ഇതിലെ സ്ത്രീ പുരുഷൻ എന്നുള്ള ഒരു വ്യത്യാസമല്ല, ആര് ഇരകളാവുന്നു എന്നുള്ളത് കുറച്ചൊക്കെ അവരുടെയും കൂടി റെസ്പോൺസിബിലിറ്റി ആണ്. സൂക്ഷിച്ചും കണ്ടൊക്കെ പെരുമാറുക. ബുദ്ധിയുള്ളവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. സംഗീത ഇവിടെ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞൊരു കാര്യം പറഞ്ഞു, ബ്രെയിൻ ഈസ് ഫുൾ ഓഫ് സെക്സ്. മസ്തിഷ്കത്തിൽ ലൈംഗികത നിറഞ്ഞിരിക്കുമ്പോഴും അതിൻ്റെതായ ആദിമ ചോദനകൾ നിറഞ്ഞിരിക്കുന്ന സമയത്തും അത് പ്രാവർത്തികമാക്കാൻ കഴിയാത്ത ഒരു സാമൂഹിക അവസ്ഥ. മലയാളി പുരുഷന്റെ അടിച്ചമർത്തപ്പെട്ട ഈ ഒരു ലൈംഗിക പ്രശ്നങ്ങളുടെ പ്രകടനങ്ങളാണോ ഈ സൈബർ സ്പേസിൽ കാണുന്നതെന്ന് മനഃശാസ്ത്രജ്ഞൻ കൂടിയായ സൈക്കോളജിസ്റ്റ് കൂടിയായ ടി പാർവതിയോട്. ഒരു ടെക്നോളജി ആദ്യം കണ്ടുപിടിക്കുമ്പോൾ മനുഷ്യന് ഏറ്റവും താല്പര്യമുള്ള ഒരു കാര്യമായിരിക്കും ആദ്യം ചെയ്തു നോക്കുക. ഐൻസ്റ്റീൻ E=mc² കണ്ടുപിടിച്ചപ്പോൾ മനുഷ്യനെ ഉപയോഗപ്പെടുത്താനല്ല അവർ നോക്കിയത്, അത് യുദ്ധം ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്. ഒരുപക്ഷെ ക്യാമറ കണ്ടുപിടിച്ചപ്പോൾ ഒരുപക്ഷെ സിനിമയിൽ ആദ്യം ഒരുപക്ഷെ സ്ത്രീകളെ ആയിരിക്കും ഒപ്പിയെടുത്തത്. എൻ്റെ മനസ്സിലെ ഒരു ഭാവനയാണ്. എന്ത് കാര്യവും നമ്മൾക്ക് നമ്മളുടെ അങ്ങേയറ്റത്തെ ചോദന എന്തിനാണ് നമ്മളൊരു രൂപമായിട്ടുണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഭക്ഷണം, വിശപ്പ്, ദാഹം അല്ലെങ്കിൽ പ്രാഥമിക ആവശ്യങ്ങൾ, അതുപോലെ തന്നെയാണ് സെക്സ്. അപ്പൊ നമ്മളെ എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് പഠിപ്പിക്കും. നിങ്ങൾ എന്താണ് കഴിക്കേണ്ടത്, ഇത് നിങ്ങൾക്ക് കഴിക്കാം, ഇത് കഴിച്ചുകൂടാ എന്ന് കുട്ടിക്കാലത്ത് പഠിപ്പിച്ചു തരും. സെക്സിനെ സംബന്ധിച്ച് നമ്മുടെ വീടുകളിൽ നടക്കുന്ന പേരന്റിങ് അടിച്ചമർത്താൻ വേണ്ടി മാത്രമാണ്. അപ്പൊ അവർക്ക് ടെക്നോളജിയിലൂടെ സെക്സ് കിട്ടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഭ്രാന്തമായി അതിലേക്ക് പോകും. മറ്റാരും അറിയാത്ത ഒരു ഇടമാണ് എനിക്ക് കിട്ടേണ്ട സെക്സ് എന്ന് പറയുമ്പോൾ അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ പേരന്റിങ്ങിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പൊ ആണിന്റെയും പെണ്ണിന്റെയും, പുരുഷന്മാർക്ക് ലൈംഗികമായി ബ്രെയിൻ മുഴുവൻ സെക്സ് ആണ്, സ്ത്രീകൾക്കില്ല എന്ന് ആരും പറയരുത്. സ്ത്രീകൾക്ക് അതുപോലെ തന്നെയുണ്ട്. എക്സ്പ്രസ് ചെയ്യേണ്ട ഒരുപാട് കാലങ്ങൾ കൊണ്ട് ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നൊരു പഠനമുള്ളത് കൊണ്ട് ആരും പറഞ്ഞു തന്നില്ലെങ്കിൽ പോലും നമ്മളെ തന്നെ വിലക്കുന്നു. നമുക്ക് ഭയമാണ്, നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ അതിനേക്കാളും മുകളിൽ നിൽക്കുന്നുകൊണ്ടാണ്. അല്ലാതെ സ്ത്രീയും പുരുഷനും തമ്മിൽ ഈ വിഷയത്തിൽ ഒരു വ്യത്യാസമില്ല. ഇത് ഈഗോ സൂപ്പർ ഈഗോ എന്ന് ഫ്രോയിഡ് പറഞ്ഞത് തന്നെയാണ് ഞാൻ അതിന് വിശ്വസിക്കുന്നു. ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒരാളും അതിനെ എതിർത്തിട്ടുമില്ല. ഒരുപക്ഷെ വേറൊരു നിലയ്ക്ക് ഈസ്റ്റേൺ ഫിലോസഫീസ്, സൈക്കോളജി എല്ലാം അവിടെ നിൽക്കുന്നു. അതിനെയൊന്നും ഞാൻ ഇപ്പോ സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആഗ്രഹം എന്ന് പറയുന്ന ചോദന, അത് കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് ഓരോന്നും പഠിക്കുന്നു. നമ്മൾ റിയാലിറ്റി പ്രിൻസിപ്പിൾ പഠിക്കുന്നു, നമ്മൾ പിന്നെ ഒരു മൊറാലിറ്റി പ്രിൻസിപ്പിളും പഠിക്കുന്നു. ഇതിൽ നിന്നും ഞാൻ എൻ്റെ ഒരു 3 ഇൻസിഡൻസ് എൻ്റെ ജീവിതത്തിൽ ഒരു സൈക്കോളജിക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ള 3 കുട്ടികളുടെ കാര്യം പറയാം. ഒന്ന്, ഒരു പയ്യൻ, അവന് 5 വയസ്സുള്ളപ്പോൾ അവന്റെ അനുജത്തിയുടെ ജെനിറ്റൽ പാർട്ടിൽ തൊട്ടു. അവന് മനസ്സിലായില്ല, അവൻ ജസ്റ്റ് തൊട്ട്, ഒരേ പ്രായമുള്ള ട്വിൻ സിസ്റ്റേഴ്സ് ആണ്. അപ്പൊ അവരിങ്ങനെ തൊട്ട് നോക്കി, ഇവന്റെ വ്യത്യാസം ഇവളുടെ വ്യത്യാസം. അന്ന് ആ വഴിയിൽ കിടക്കുന്നു, കുത്തും കൊലയും നടത്തുന്നു, വെട്ടുന്നു, ബോംബുണ്ടാക്കുന്നു, യുദ്ധം നടത്തുന്നു എന്നിങ്ങനെ 1, 2, 3, 4 എന്ന് ഞാൻ എഴുതി. തുടർന്ന് ഒരുപാട് തെറി ഞാൻ കേട്ടു. അങ്ങനെ 49 തെറി കമന്റ് കേട്ടപ്പോൾ 50ാമതായിട്ട് ഞാൻ എഴുതി, പുരുഷന്മാർ ഇതും ചെയ്യും, കാര്യം പറഞ്ഞാൽ തെറി വിളിക്കും. ഭാഗ്യവശാൽ അന്ന് തെറി വിളിക്കൽ നിർത്തി.
പക്ഷെ ഇപ്പോൾ തെറി വിളിക്കൽ നിർത്താറില്ല. സ്ഥിരമായിട്ട് ഫേസ്ബുക്കിൽ ഞാൻ തെറി കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഏത് വിഷയത്തെപ്പറ്റി, അത് രാഷ്ട്രീയമാവട്ടെ, സാമ്പത്തികമാവട്ടെ, സാഹിത്യമാവട്ടെ, ഏത് വിഷയത്തെപ്പറ്റി വിമർശനാത്മകമായി എന്തു പറഞ്ഞാലും തെറി വിളിച്ചാണ് എന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നത്. തെറി പറഞ്ഞാൽ സ്ത്രീകൾ പേടിച്ചൊതുങ്ങി പോകുമെന്നാണ് പണ്ടേ ഉള്ള പരിചയം. അതുകൊണ്ട് ഇപ്പോഴും അത് തുടരുകയാണ്. ഈ തെറി വിളിക്കുന്നത് പുരുഷന്മാർ തന്നെയാണ് എന്ന് ഞാൻ സന്തോഷത്തോടു കൂടി പറയട്ടെ. അക്കാര്യത്തിൽ ഞങ്ങൾ സ്ത്രീകൾക്ക് ഇത്തിരി അഭിമാനമുണ്ട്. തെറി പറയുന്ന സ്ത്രീകൾ വളരെ വളരെ കുറവാണ്. സൈബർ സദാചാരത്തിൽ 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, പോർണോ സൈറ്റ്സ് കാണുന്നത്. അത് സ്ത്രീകളും പുരുഷന്മാരും കാണുന്നുണ്ട്. വളരെ വൈയക്തികമായിട്ടുള്ള ഒരു പ്രവർത്തനമാണത്. മിക്കപ്പോഴും ഒറ്റയ്ക്കായിരിക്കും, അല്ലെങ്കിൽ വളരെ വിശ്വസ്തരായിട്ടുള്ള 2-3 പേര് സുഹൃത്തുക്കൾ കൂടിയാണ് പോർണോ സൈറ്റ്സ് കാണുന്നത്. അത് കണ്ട് മാസ്റ്റർബേറ്റ് ചെയ്ത് ഇജാക്കുലേറ്റ് ചെയ്ത് 15 മിനിറ്റ് കൊണ്ട് ആ കലാപരിപാടി അവസാനിക്കും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് വലിയ ദോഷമൊന്നും ആർക്കും വരാറില്ല. പക്ഷേ തെറി പറയുന്നത് അങ്ങനെയല്ല. ഏത് വിഷയത്തെ പറ്റി ഏതൊരു സ്ത്രീ എന്ത് അഭിപ്രായം എഴുതിയാലും തുടർച്ചയായി തെറി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആ എഴുതിയ പോസ്റ്റിന്റെ എഡിറ്റഡ് വേർഷൻ പലയിടത്തും കോപ്പി ചെയ്തിട്ട് ഈ തെറി പടർത്തിക്കൊണ്ടേയിരിക്കുക എന്നതാണ് കേരളത്തിലെ സൈബർ പ്രവർത്തനത്തിലെ പ്രധാന ഇനം. ഇതിനെതിരെ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഞാൻ അതിന്റെ പേരിൽ ഒരു പരാതി കൊടുത്താൽ ഞാൻ കോടതി കയറി ഇറങ്ങുക, ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുക, ഒരുപാട് ആളുകളോട് ഇത് വിവരിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ എനിക്ക് യാതൊരു റെമഡിയും അതിൽ നിന്ന് കിട്ടുകയില്ല. അതുകൊണ്ട് ഈ തെറി കേൾക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ പറയുന്നത് നിർത്തില്ല എന്നും തീരുമാനിച്ചിട്ടുണ്ട്. എനിക്കതിൽ യാതൊരു വിഷമവുമില്ല. ഇപ്പോൾ പലരും ചോദിക്കുന്നത്, മാഡം ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലേ? മറ്റുള്ളവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ അസഭ്യം പറയിക്കുന്നത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലേ എന്ന്. ഉണ്ട്. ഓരോരുത്തരുടെയും തനി നിറം പുറത്തു കൊണ്ടുവരാനുള്ള ഒരു വഴിയാണിത്. താനൊക്കെ ഇത്രയേ ഉള്ളൂ, 1-2 പറഞ്ഞാൽ താൻ തെറി പറയും, അത്രയ്ക്ക് നീചനാണ്, അധമനാണ്, നിസ്സാരനാണ് എന്ന് അയാളോട് പറയാനുള്ള ഒരു അവസരമായി ഞാനത് ഉപയോഗിച്ചുകൊണ്ട് ചുമ്മാ രസിക്കും. വേറെ ഒരു വഴിയുമില്ലാഞ്ഞിട്ടാണ്. നന്നാക്കാൻ എനിക്കാവില്ല. ഇങ്ങനെയെങ്കിലും മാനക്കേട് തോന്നിയിട്ടെങ്കിലും ഒരാൾ നിർത്തുമോ എന്നൊരു പ്രതീക്ഷ അത് തുടരുന്നു എന്നേ ഉള്ളൂ. കൂടുതലൊന്നും പറയേണ്ടതില്ല. ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് സമ്മതമാണ്. അതൊക്കെ മുൻപും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളുമാണ്. അതൊന്നും ഞാൻ ആവർത്തിക്കേണ്ടതില്ലല്ലോ. ഇത്രയും പറഞ്ഞിട്ട് വളരെ ചുരുക്കി പറഞ്ഞുകൊണ്ട് സമയം ലാഭിക്കാം എന്ന് വിചാരിക്കുന്നു ഞാൻ. ആദർശനോടാണ്. സൈബർ സ്പേസിൽ സ്ത്രീകൾ നേരിടുന്ന ഈ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനങ്ങൾക്ക് എതിരെയുള്ള രൂക്ഷമായ സെക്ഷൽ വയലൻസിനെ ഏത് തരത്തിലാണ് നേരിടാൻ കഴിയും? ഒന്ന്, സജീഷ് ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു പ്രതീതി ലോക, അതായത് വെർച്വൽ സ്പേസിലെ പൗരന്മാരാണ് നാം എല്ലാവരും. അത് സമൂഹത്തിന്റെ പരിച്ഛേദമാണ്. അതാണ് ഏറ്റവും ആ മാധ്യമത്തിന്റെ ശക്തി എത്ര ഉണ്ട്, അല്ലെങ്കിൽ ആ മാധ്യമം നമുക്ക് എവിടെ വരെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറച്ച് കാണലാണത്. കാരണം ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ പ്രതീതി ലോക യാഥാർത്ഥ്യം അല്ലെങ്കിൽ വെർച്വൽ സ്പേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന ഈ സ്പേസിന് ഉണ്ടായ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണത്. സാധാരണ സൊസൈറ്റിക്ക് ഒട്ടേറെ കുഴപ്പങ്ങളുണ്ട്. എനിക്ക് എന്താ റോഡ് വക്കിലേക്ക് പോകാൻ നേരത്ത് അവിടെ ഈ മതസംഘടനകളുടെയോ, സജീഷ് മതത്തിന്റെ മാത്രമേ പറഞ്ഞുള്ളൂ, രാഷ്ട്രീയ സംഘടനകൾ ഒട്ടും മോശമൊന്നുമല്ല സദാചാര പോലീസിംഗിന്റെ കാര്യം. അപ്പൊ ഇത്തരം സമൂഹത്തിന്റെയോ കുടുംബത്തിന്റെയോ വീട്ടുകാരുടെയോ കോളേജിന്റെയോ ടീച്ചർമാരുടെയോ എല്ലാം വേലിക്കെട്ടിന്റെ അടുത്തുകൂടാണ് എനിക്ക് ഇഷ്ടമുള്ള ഒരാളോട് സംസാരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റുന്നത്, വഴക്കൂടാൻ പറ്റുന്നത് എല്ലാം. ഇവിടെ എനിക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്. എന്നെ കാണുന്നുണ്ട് ആൾക്കാർ, കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഈ സദാചാര പോലീസിംഗിന്റെ ഒരു സ്പർശനവും ഏക്കാതെ എനിക്ക് വളരെ ഇഷ്ടമുള്ളവരോട് ഇഷ്ടമുള്ള രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഇത് എന്നുള്ളത്, അത് എത്രമാത്രം നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതും ഏറ്റവും വലിയ ചോദ്യമാണ്. പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഈ പൊതുസമൂഹത്തിന്റെ പരിച്ഛേദമല്ല ഇന്റർനെറ്റ്, അതുക്ക് മേലെയാണ്, അതിനേക്കാളും ഒരു പടി മുകളിലാണ് ഇപ്പോഴും സൈബർ സ്പേസ് നിൽക്കുന്നത്. കാര്യം സൈബർ സ്പേസിന് ഈ ഒരു സാധ്യതയുണ്ട്. ഇത് ഈ പറഞ്ഞ സദാചാരത്തിന്റെ സ്പേസിൽ മാത്രമല്ല, ഇപ്പൊ ഉദാഹരണത്തിന് തന്നെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മതസംഘടനകളുമായി ബന്ധപ്പെട്ട് എന്ത് കൂട്ടായ്മ ആയിക്കോട്ടെ, കൂട്ടായ്മ ഒരു തീരുമാനം എടുക്കുമ്പോൾ പോലും അവിടെ ചിലപ്പോൾ എനിക്ക് എന്റേതായ തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ തരികേടാവും, അല്ലെങ്കിൽ ഞാൻ ആ സംഘടനയിൽ നിന്ന് പുറത്താവുമെങ്കിൽ എനിക്കൊരു കള്ള ഐഡിയ ഉണ്ടാക്കി എനിക്ക് കാര്യങ്ങളെല്ലാം ലോകത്തോട് വിളിച്ചു പറയാം. പറയുന്നത് ഉൾക്കാമ്പുള്ള കാര്യമാണ്, സത്യമാണ്, നീതിക്ക് നിരക്കുന്നതാണെങ്കിൽ അതിനെ ലോകമുള്ള കാലത്തോളം നിലനിൽപ്പുള്ളൂ. പക്ഷെ ഒരു പ്രശ്നം, ഈ വെർച്വൽ സ്പേസ് ഒരു സൊസൈറ്റി, നമ്മൾ ഈ സദാചാരം എന്ന് സാധാരണ സൊസൈറ്റിയും സാമ്പ്രദായിക മാധ്യമങ്ങളെ ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും നമ്മൾ എത്രമാത്രം ഈ സ്പേസ് നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇനി ഇതിന്റെ ഒരു അബ്യൂസിന്റെയാണ് ഇവരെല്ലാം സംസാരിച്ചത്. ഇതെല്ലാം ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അത് സാങ്കേതിക വിദ്യ എന്നല്ല, നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പം മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഭാഷാഭൂഷണിയും കലാമോദിയും മാതൃഭൂമി എല്ലാം വിൽക്കുന്നിടത്തായിരിക്കും ഇവര് പറഞ്ഞ കൊച്ചു പുസ്തകവും കമ്പി പുസ്തകവും എല്ലാം വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അതിന് നമ്മൾ പ്രിന്റ് മീഡിയ ആരും കുറ്റം പറയുന്നില്ല. പക്ഷേ സൈബർ മീഡിയയിലേക്ക് വരുമ്പോൾ ഒരു അപകടം എന്ന് പറയുന്നത്, നേരത്തെ മാഡം പറഞ്ഞതുപോലെ
ഇത് എങ്ങനെയുള്ളവർക്കാണ് ആക്സസിബിൾ ആയിരുന്നത്? മറ്റേതെന്ന് പറഞ്ഞാൽ എനിക്ക് പുസ്തകം വായിക്കാൻ നേരത്ത് വേറൊരാൾ കാണുമെന്നുള്ള ഒരു ഭീതി എന്നെ ഭരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വായിക്കുന്ന ആളെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അതില്ല. ഒക്കെ നല്ലൊരു പാസ്വേഡ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതെന്റെ ഫോണിലോ കമ്പ്യൂട്ടറിലോ കിടക്കുന്ന ആരും കാണാൻ പോകുന്നില്ല. ഈ ഒരു സൗകര്യമാണ് ഏറ്റവും വലിയ ദുരുപയോഗത്തിന് സാധ്യത ഒരുക്കുന്നത്. രണ്ടാമത് ഇതിന്റെ കോസ്റ്റ് കമ്പോണന്റ്. നേരത്തെ ഇതൊക്കെ കാണണമെങ്കിൽ നമുക്കെന്നറിയാം, ഈ നീലചിത്രം തിയേറ്ററിൽ പോയി എല്ലാ നാട്ടിലും ഉണ്ടായിരുന്നു നീലചിത്രം മാത്രം ഓടിക്കുന്ന ഒരു തിയേറ്റർ. എന്റെ നാട് കൊല്ലത്തുണ്ടായിരുന്നു 1-2 തിയേറ്റർ. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇന്ന തിയേറ്ററിലേക്ക് പിള്ളേർക്ക് വേണ്ടി സ്പെഷ്യൽ ഷോ നടത്തും. ഞങ്ങൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് രാത്രിയിലൊക്കെ ഇതൊക്കെ കാണാൻ പോകുന്ന ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ അത് കാണാൻ പോകുമ്പം എന്താണ് പറയുന്നത്, സാറ് കാണാതെ പോകണം, ഇന്ന ആള് കാണാതെ പോകണം. ഇന്നതല്ല അവസ്ഥ. ഇന്ന് ടോറന്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഇരുതല മൂർച്ചയുള്ള വാളാണ്. ഒരു സമയം ഇത് സ്വാതന്ത്ര്യമാകുന്നു, ഒരു സമയം കള്ള ഐ ഡി എന്ന് പറയുന്നത്, ഫേക്ക് ഐ ഡി എന്ന് പറയുന്നത് സമൂഹത്തിനെ നവീകരിക്കാനുള്ള ചാട്ടുളി പോലത്തെ ഒന്നാന്തരം പവർഫുൾ ആയിട്ടുള്ള ടൂൾ ആകുന്നു. അതേസമയം തന്നെ നേരത്തെ KM മാണിയുടെ കൊച്ചുമോന്റെ കേസ് പറഞ്ഞ പോലെ ആ രാഷ്ട്രീയ സ്പേസിൽ ആശയം കൊണ്ട് എതിർക്കുന്നതിന് പകരം കൊച്ചുകുട്ടിയുടെ ഫോട്ടോ കൊണ്ടുവന്ന് ഫോൺ സൈറ്റിലിട്ടിട്ട് ആസ്വദിക്കുന്നവർ. ഇതേ കേസ് തന്നെ ഇല്ലേ കേരളത്തിലെ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലോ അക്കാഡമിയുടെ കേസിനകത്തും? നമ്മൾ എത്രമാത്രം കേസിന്റെ കാമ്പിലേക്ക് വരുന്നുണ്ട്. കാമ്പിനകത്തുള്ള അഭിപ്രായമല്ല ഞാൻ ഈ പറയുന്നത്, അതിനകത്ത് ഞാൻ കുട്ടികളൊപ്പമാണ്. പക്ഷെ കുട്ടികൾ ഉപയോഗിക്കുന്ന ബാനറിൽ പോലും, അതും സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളുടെ കുട്ടി വിഭാഗങ്ങൾ ഉപയോഗിക്കുന്ന പോസ്റ്ററിൽ പോലും ലക്ഷ്മി നായരുടെ ഫോട്ടോയാണ് വരുന്നത്. ആ ഫോട്ടോയ്ക്ക് അവിടെ എന്ത് സ്പേസ് ആണ്? എന്തുകൊണ്ട് മറ്റു രണ്ട് സ്വാശ്രയ കോളേജ് പ്രശ്നം നടന്നു, അതിന്റെ ഒന്നും മുതലാളിമാരുടെ ഫോട്ടോ നമ്മൾ കണ്ടില്ലല്ലോ? അപ്പൊ ഇത് ഒരു തരം വൃത്തി. എന്തിനധികം പറയുന്നു, ഒരു മാധ്യമം, ഒരു പ്രബലമായ മാധ്യമം 1-ാം പേജിൽ വൃത്തികേടുള്ള രീതിയിൽ ഒരു കാർട്ടൂൺ അടിച്ചു വെച്ചു. ഇതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. ഇത് വളരെ വളരെ വ്യാപകമായ ഒരു സാമ്പ്രദായിക മാധ്യമമാണ് അടിച്ചിറക്കിയത്. ഒരു എഡിറ്റോറിയൽ സ്ക്രീനിങ്ങും ഇല്ല. മീഡിയ സ്കാൻ സ്വന്തം വാലിൽ കെട്ടിക്കൊണ്ട് നടക്കുന്ന മാധ്യമമാണ് ഇത് ചെയ്തതെന്ന് ആലോചിച്ചോണം. എല്ലാവരെയും കുറ്റം പറയും. ഇനി പത്രത്തിന്റെ 2-ാം പേജിനെയും 3-ാം പേജിനെയും കൂടി നിങ്ങൾ ഇതിനകത്ത് എടുക്കണം. ലോഡ്ജ് റെയ്ഡ് ചെയ്തു, യുവാവിനെ യുവതിയെ പിടികൂടി, ഒരു യുവാവും 3 യുവതിയെ പിടികെട്ടു. ഇതിനകത്ത് ഒരെണ്ണത്തിലെങ്കിലും ശിക്ഷിച്ച വാർത്ത ഇന്നേ വരെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. കാരണം ഉപേക്ഷിത സമ്മതത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ, അവരിടപെടുന്നതെങ്കിൽ, അതിനകത്ത് പണം കൈമാറ്റത്തോടൊന്നും ചെയ്യാത്തത്തോളം കാലം എനിക്കൊന്ന് സിവിക് ചന്ദ്രൻ ഒരു ലേഖനം ഇതിനകത്ത് മാതൃഭൂമിയിൽ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് പോലീസിൽ അറിയിപ്പിച്ച് പോലീസിന്റെ ഡ്യൂട്ടിയാണ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരേണ്ടത്. ഇതൊന്നും റെയ്ഡ് ചെയ്യേണ്ട ജോലിയല്ല. കേരളത്തില് എണ്ണി ഞാൻ പറയുന്നില്ല, 3-4 എല്ലാ രാഷ്ട്രീയ പാർട്ടികളും 3-4 പ്രമാദമായ കേസുകളിൽ ഇവര് പോയിട്ടുണ്ട് ഈ സദാചാര പോലീസിങ്ങിന്. എന്തിനധികം കേരള നിയമസഭയ്ക്കകത്ത് MLA-യുടെ സദാചാര പോലീസിംഗ് അവിടെ ചർച്ചയായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ. അതുകൊണ്ട് നമ്മൾ ഈ സമൂഹത്തെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. സമൂഹത്തിലെ ഉന്നത കുലജാതരെന്ന് കരുതുന്ന, കുറച്ചുകൂടെ അപ്പർ സ്ട്രേറ്റിൽ ഉണ്ടെന്ന് കരുതുന്ന MLA-മാരുടെ സൊസൈറ്റി ഇതാണ്. അത് നിയമസഭയിൽ ഇതാണ്. നിയമസഭ രേഖയുടെ ഭാഗമായിരിക്കും. സ്പീക്കർ നീക്കം ചെയ്തതെന്ന് എനിക്കറിയാം. ഇതാണ് വർത്തമാനകാല യാഥാർത്ഥ്യം. അപ്പൊ സൈബർ സ്പേസിന് എങ്ങനെ മാറി നിൽക്കാന്നൊരു ചോദ്യം വരും. മാറി നിൽക്കാൻ പറ്റില്ല. പക്ഷെ സൈബർ സ്പേസിന്റെ സാധ്യതകൾ നേരത്തെ പറഞ്ഞ്, എനിക്ക് ഇഷ്ടമുള്ളവരോട് ഇഷ്ടം കൂടാനും, എനിക്ക് ഇണങ്ങണ്ടവരോട് ഇണങ്ങാനും, എനിക്ക് പിണങ്ങണ്ടവരോട് പിണങ്ങാനും. പക്ഷെ പിണങ്ങുന്ന സ്ഥലത്ത് അവരെ ലൈംഗികപരമായി ദുരുപയോഗം ചെയ്യുന്ന, ഫോട്ടോ വെട്ടിയൊട്ടിക്കുന്നതും വക്രീകരിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ സൈബർ ലോ ഉണ്ട്, സൈബർ ആക്ട് നിലവിലുണ്ട്. അതിന്റെ ചാർട്ടുകളെല്ലാം കിട്ടാൻ നിങ്ങൾ പര്യാപ്തമാണ്. ഈ ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ തോന്നുന്നുണ്ട്. നമ്മൾ ഇതിന്റെ യൂസ് വാല്യൂ എത്ര ഉണ്ട്, അബ്യൂസ് വാല്യൂ എത്ര ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. അവിടെ അബ്യൂസ് വാല്യൂ ആണ് ഏറ്റവും കൂടി വരുന്നത് എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിക്ക് ഒരിക്കലും നല്ലതല്ല. ഒരു കാര്യം ഇതിനോടൊന്ന് ആഡ് ചെയ്യാനായിട്ട് തോന്നി. ഇന്ന് ശ്രീ രാമചന്ദ്രൻ ഗുഹ ഇവിടെ ചോദിച്ചു, ഇത്രയും പേര് ഇരിക്കുകയാണ്, സ്ത്രീകൾ ആരും ചോദ്യം ചോദിക്കുന്നില്ലെന്ന്. അപ്പൊ എന്റെ ഉള്ളില് അപ്പുണ്ണിയെ കുടുംബത്തിന്റെ മാനം കാക്കണമെന്ന് ആരോ പറഞ്ഞതുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിച്ചു. പക്ഷെ നമ്മുടെ എഴുത്തുകാരെ സ്ത്രീകൾ ഒന്നും തന്നെ പൊതുവേദിയിൽ വന്ന് സംസാരിക്കാൻ ഈ 4-5 പേര്, ഇപ്പൊ സാർ ടീച്ചർ CS ചന്ദ്രിക അല്ലാതെ എഴുത്തുകാരെ ഇപ്പൊ വിജയലക്ഷ്മി തൊട്ട് അല്ലെങ്കിൽ അഷിത തൊട്ട് എത്രയോ എഴുത്തുകാരൊന്നും പൊതുവേദിയിൽ വരാത്തത് എനിക്ക് തോന്നുന്നു ഈ ട്രോളിംഗ് ഭയന്നിട്ടാണ്. സ്ത്രീകൾ സംസാരിക്കാൻ അവർക്ക് ഭയമാണ്. വീട്ടിൽ അത്രയും സപ്പോർട്ടില്ലാത്ത ആൾക്കാര്, വീടില്ലാത്ത അത്രയും സപ്പോർട്ടില്ലാത്തവർക്ക് പൊതുവേദിയിൽ വരാൻ മലയാളികളെയും പൊതുസമൂഹത്തെയും ഭയക്കുന്നു എന്നുള്ളത് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഇതുപോലൊരു ഡയലോഗ് നടക്കുന്ന ഒരു സ്പേസ് ഞാൻ അഭിനന്ദിക്കുകയാണ്. കോഴിക്കോട് നടക്കുന്നതിൽ വേറെ ഒരിടത്തും നടക്കുന്നില്ല. കോഴിക്കോടിലെ നിവാസികളെയും DC ഫെസ്റ്റിനെയും ഇതുപോലെ ഡയലോഗുകൾ കൊതിയായി പോകും. ഇത് വേണമെന്ന് ഞാൻ പറയുന്നത്, അവിടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ എഴുത്തുകാരികൾ ഭയന്ന് മാറി നിൽക്കുന്ന നാളെ ഒരു ട്രോള് പേടിച്ചിട്ടാണ്. നാളെ നമ്മുടെ പേരും നമ്മുടെ വയറും നമുക്ക് മുലയും തന്തിയും ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സ്ത്രീകളെ അപമാനിക്കാനായിട്ട് വാക്കുകളെ ഉപയോഗിക്കും എന്നുള്ളതുകൊണ്ട് നമുക്ക് സമയക്രമം പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് മാത്രം ഓഡിയൻസ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷന് സമയമുണ്ട്. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ.
എൻ്റെ പേര് സുരേഷ് എന്നാണ്. ഞാൻ കോഴിക്കോട് എൻ്റെ സ്ഥലം. ഇവിടെ ഉണ്ടായ ചർച്ചകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് വെർച്വൽ ലോകത്ത് അഭിനയിക്കുന്ന നമ്മുടെ യുവാക്കളായാലും മധ്യവയസ്കരായാലും ഉള്ളിലൊന്നും പുറത്തൊന്നും പ്രകടിപ്പിക്കുന്ന രീതിയിൽ പ്രകടിപ്പിക്കുന്ന ഈ ലോകത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ പറയുന്നത്. അതുകൊണ്ടാണ് വാക്കുകൾ വരാത്തത്, ക്ഷമിക്കുക. മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കഴിഞ്ഞ 2-3 ദിവസങ്ങളുണ്ടായ ഒരു അനുഭവം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജ്, അത് കുട്ടിയുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രണയിക്കുന്ന ഒരു യുവാവ് ആ കുട്ടിയുമായിട്ടുള്ള രഹസ്യ സംഭാഷണത്തിന്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുന്നതാണ് കണ്ടത്. ആ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങൾ അമ്മയോ അച്ഛനോ ഇല്ലാത്ത സമയത്ത് ബാത്റൂമിൽ പോയി എടുത്ത് ഈ യുവാവിന് അയച്ചു കൊടുത്ത പിക്ചേഴ്സാണ് അയക്കുന്നത്. എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, വളർന്നു വരുന്ന കുട്ടികൾക്ക് സ്കൂൾ ലെവലിൽ തന്നെ വേണ്ടത്ര രീതിയിലുള്ള ലൈംഗിക വിദ്യാഭ്യാസം നൽകേണ്ടതല്ല എന്നാണ് എന്റെ ചോദ്യം. എന്നോടാണോ ചോദ്യം? മാഡത്തിനോ? ആരാണ് പ്രണയം ആഗ്രഹിക്കാത്തത്? എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നെ ഒരാൾ ഇഷ്ടമുണ്ട് എന്ന് പറയാനാണ്. പ്രത്യേകിച്ച് ഈ മൊബൈലിന്റെ സാധ്യതയിലൂടെ ഹായ് എന്ന് പറഞ്ഞ് വന്നിട്ട് പിന്നീട് ഞാൻ എന്നെ ഇഷ്ടമല്ലേ, എന്നെ വിശ്വാസമില്ലേ, എനിക്ക് സങ്കടമാവുന്നു എന്ന് പറയുന്ന വാക്കുകളെ എങ്ങനെ പ്രതിരോധിക്കണം എന്നറിയാതെ ആ ബന്ധം നിലനിർത്താൻ വേണ്ടി പെൺകുട്ടികൾ ഇത് അയക്കുന്നു. പെൺകുട്ടികൾ അയച്ചു കഴിഞ്ഞാൽ ആ ബന്ധം പൊളിയുമ്പോൾ അവളുടെ ശരീരം മറ്റുള്ളവരെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പ്രശ്നമാണ്. നമ്മൾ മാറേണ്ട സമയമായി. ഞാൻ എപ്പോഴും പറയും അമ്മമാരോട്, നിങ്ങളെ ഉമ്മ വെച്ച് നിങ്ങളുടെ കുട്ടിക്ക് ഒരു ഉമ്മ കൊടുക്കുന്നതിന്റെ ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് കാണിച്ചാൽ സാരമില്ല മോളെ എന്ന് പറയണോ, അല്ല തല്ലരുത്. കാരണം ഈ ഷെയ്മിങ് എന്ന് പറയുന്നത്, നമ്മളുടെ ശരീരം പുറത്ത് കണ്ടുപോയാൽ നീ ഇനി ജീവിക്കാൻ യോഗ്യമല്ല എന്ന് പറയുന്ന ഒരു സമൂഹമാണ് കേരളം. നമ്മൾ മാറണം. കാരണം അല്ലെങ്കിൽ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യും. പെൺകുട്ടികൾ മാത്രമല്ല, മുതിർന്ന വീട്ടമ്മമാര് വെറുതെ ചെന്നിട്ട് ചേച്ചി ചില ഇതിലൊക്കെ പറയാം, ചേച്ചി ഒന്ന് കാണിക്കോ, ചേച്ചി ഒന്ന് കാണിക്കോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവരറിയാതെ ഇങ്ങനെയൊക്കെ പിണക്കമൊക്കെ കാണിച്ച് ഭയന്ന് ഇതൊക്കെ മുണ്ടൊക്കെ പൊക്കി കാണിച്ചു കൊടുത്തിട്ട് ഇതെടുത്ത് വീഡിയോയിലിടും. ഇതാണ് നേരത്തെ പറഞ്ഞത്, ഒന്നെങ്കിൽ ഞരമ്പ് രോഗികൾ അല്ലെങ്കിൽ സെക്സ് പെർവേർട്സ്. ഇവരുടെ മുഖത്തെ എക്സ്പ്രഷൻ ആണെങ്കിൽ പേടിയാവും കണ്ടോ, ഇഞ്ചി അടിച്ച പോലെയാണ് ഇവരുടെ മുഖത്തെ എക്സ്പ്രഷൻ. ഭയന്നൊക്കെ ഇരിക്കുന്ന എന്തുമാണ് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാര്? എന്ത് സന്തോഷമാണ് ഇത്. നമുക്ക് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കാന്ന് വെച്ചാൽ ഫ്രീഡം കംസ് വിത്ത് റെസ്പോൺസിബിലിറ്റി. ആദ്യം അവർ ഫ്രീഡം എന്താണെന്ന് അനുഭവിക്കണം, എന്നിട്ടേ റെസ്പോൺസിബിൾ ആക്കാൻ പറ്റൂ. നമ്മളെ സംബന്ധിച്ച് ഫ്രീഡം എന്ന് പറയുന്ന ഒരു സെൻസ് ഇല്ല. നമ്മൾ ഭയങ്കര റിപ്രസ്ഡ് സൊസൈറ്റിയാണ്. ആഗ്രഹമോ ആലോചന, അതാണ് ഞാൻ 2 വയസ്സിലേക്ക് കാര്യം പറയുന്നത്. 2 വയസ്സ് തൊട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചീത്ത പറഞ്ഞും നീ ജീവിക്കാൻ കൊള്ളാത്തവളാണെന്നും അധ്യാപകരുടെ റോളിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കൂ. പണ്ടൊരു സരസമ ടീച്ചർ ഉണ്ടായിരുന്നു, നല്ല തടിയൊക്കെ ആയിട്ട് കെട്ടിപ്പിടിച്ച് പോട്ട മക്കളെ എന്ന് പറയുമായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞില്ല, പെൺപിള്ളേര് 8,000 രൂപ ശമ്പളത്തിനോ കല്യാണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് വന്നിട്ട് ഓക്കെ നൗ ലെറ്റ്സ് യു ആർ നോട്ട് ഗുഡ് എന്ന് പറയുന്ന കുറെ പെൺപിള്ളേരാണ് പഠിപ്പിക്കാൻ വരുന്നത്. ഇവരെന്ത് ചെയ്യാൻ? അവർക്കൊന്നും മനസ്സിലാവില്ല. അവരുടെ തന്നെ ഇഷ്യൂസ് അവർക്ക് അറിഞ്ഞുകൂടാ സോർട്ട് ചെയ്യാൻ. ഇവരാണ് കുട്ടികളുടെ പ്രശ്നം ഇത് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഇത് ഗൗരവമായി ചിന്തിക്കാം. നമുക്ക് വർക്ക്ഷോപ്സ് നടത്താം, കുട്ടികളെ പഠിപ്പിക്കാം, അവരുടെ പ്രശ്നങ്ങൾ പറയാൻ ധൈര്യമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ പറയുന്ന ചെറിയ ഗ്രൂപ്പുകൾ ഫോം ചെയ്യാം. ക്ലാസ്സിൽ നമ്മളെ പ്രസംഗിക്കാൻ വിളിക്കും. ഇതുപോലെ ഒരു 1500 പിള്ളേരുടെ ഉപയോഗിച്ച് എന്ത് പറയാൻ ആര് തുറന്നു പറയും? എന്തുകൊണ്ട് ക്ലാസ്സിലെ സെഷൻസ് ആക്കി 50, 25, 30 പേരുടെ സെഷൻസ് ഇതാ ഞങ്ങൾ ശരിയാക്കി തരാം. ഞാൻ പറയില്ലേ ശരിയാക്കി തരാൻ പറ്റും, എനിക്ക് അത്ര കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. പക്ഷെ അതിന് ആരും തയ്യാറാവില്ല. സെഷൻ എന്ന് വിളിച്ചാൽ ഉടനെ പൈസ എത്ര വേണം, എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റും, 1.5 മണിക്കൂറും 1500 പിള്ളേരും നടക്കൂല. സെഷൻസ് പോസിബിൾ ആവും. കാരണം അവരുടെ കുട്ടിക്കാലത്ത് അവർ അനുഭവിച്ച പ്രശ്നങ്ങൾ തൊട്ട് കുട്ടികൾക്ക് അച്ഛനും അമ്മയോടും പറയാനുണ്ടായിരുന്ന മുഴുവൻ സങ്കടങ്ങളും ആദ്യം അവരെ കൊണ്ട് പറയിപ്പിച്ചാൽ മാത്രമേ അവർക്ക് അവരുടെ ഓർമ്മകളിൽ നിന്ന് മുക്തി നേടാൻ പറ്റുള്ളൂ. എത്ര കുഞ്ഞുങ്ങളാണ് അമ്മയോടും അച്ഛന്റെയും അടിയും തല്ലിന്റെയും ഇടയ്ക്കായി പോകുന്നത്. അച്ഛനും അമ്മയും കിടന്ന് അടി കൂടുന്നത് കണ്ട് എന്ത് സഹിക്കണം, ആരുടെ കൂടെ നിൽക്കണം എന്ന് അറിഞ്ഞുകൂടാതെ വിങ്ങി പൊട്ടി നിൽക്കുന്ന സ്ത്രീ, അല്ലെങ്കിൽ അവളെ ആകെ അവനെ സന്തോഷിപ്പിച്ചിട്ടുള്ളത് ആ ജോലിക്കാരി കാണിച്ചെന്ന ഏതെങ്കിലും ഒരു മൊമെന്റോ അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഒരു സംഭവമായിരിക്കും. അവിടുത്തെ ജോലിക്കാരി പിന്നെ ദേഹം കൊടുത്തുന്നോ അല്ലെങ്കിൽ ഒരു ശരീരത്തിന്റെ ഭാഗം കൊടുത്തുന്നോ അല്ലെങ്കിൽ ഉമ്മ വെച്ചു എന്നോ ഒക്കെ പറയുന്ന ഓർമ്മകളിൽ ജീവിക്കുന്ന കുട്ടികൾ പോലും ഉണ്ട്. ഇതൊക്കെ സത്യമല്ലേ?
നമ്മളിത് ആരെയാണ് പറയുന്നത്? നമ്മൾ ഒരു ആണുങ്ങളെല്ലാം കുഴപ്പം, പെണ്ണുങ്ങളെല്ലാം കുഴപ്പം, പെണ്ണുങ്ങളെല്ലാം കുഴപ്പം, ആണുങ്ങളെല്ലാം എത്ര നാൾ പറഞ്ഞുകൊണ്ടിരിക്കും? ഇത് മനുഷ്യന്റെ മനസ്സാണ്. നമുക്കിത് ഭയങ്കരമായിട്ട് ലിബറേറ്റ് ചെയ്യപ്പെടുകയും ഒരാളുടെ പോൺ വീഡിയോയോ പെണ്ണിന്റെ സംസാരമോ കേട്ടുപോയോ അവൾ ഇങ്ങനെയൊക്കെ പറയുന്നവളാണല്ലേ, അവള് ഷീസ് എ ഹോർ അല്ലെങ്കിൽ ഷീസ് എ സ്ലട്ട് എന്ന് പറയാൻ എന്ത് എളുപ്പം? ആർക്കാണ് ഈ വികാരങ്ങളൊന്നും ഇല്ലാത്തത്? പുരുഷന്മാര് പറയുമ്പോ എല്ലാം ശരി, സ്ത്രീകൾ പറഞ്ഞ ഒക്കെ തെറ്റ്, അവളെ ജീവിക്കാൻ കൊള്ളാത്തവളാക്കും. ഈ കാവ്യ മാധവന് ഒരു പ്രണയം വന്നോ അല്ലെങ്കിൽ വിവാഹം കഴിച്ചോ എന്തെല്ലാമാണ് വെറും ഡോക്ടേഴ്സിന്റെ ഒക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പറയും എന്തെല്ലാം തരം. ഇത് ഫോർവേഡ് ചെയ്യാത്ത എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? എന്തുമാത്രം ആനന്ദിച്ചു. കാവ്യ മാധവൻ എന്ന് പറയുന്ന ഇമേജിനെ മലയാളി പുരുഷന്മാർ പ്രണയിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടല്ലേ. അവർക്ക് പ്രണയിക്കൂ, അവർക്ക് വേറൊരാളെ കൂടെ പോയി ഇത് കാണാൻ കൊള്ളാത്ത ഏതെങ്കിലും ഒരു പെണ്ണായിരുന്നെങ്കിൽ ആരെങ്കിലും ശ്രദ്ധിക്കൂ? അപ്പൊ ഈ തരത്തിലുള്ള നമ്മുടെ തന്നെ ഇരട്ട ഈ ദ്വന്ദ്വ വിധത്തിൽ നമ്മൾ തന്നെ അഡ്രസ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ സംഗീത പറഞ്ഞ പോലെ വളരെ ഗൗരവമായ വിഷയമാണ്. പെൺകുട്ടികളെ ഈ പറയുന്ന വിഷയം പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ടതില്ല എന്ന് പറയുന്നിടത്താണ് ഞാൻ വിയോജിക്കുന്നത്. കാരണം ഈ 2012 നിർഭയ മരിച്ചതിന് ശേഷം എത്രയോ ചടങ്ങുകളിൽ പ്രസംഗിക്കാൻ വിളിച്ചുകൊണ്ടുപോയി. ഞാൻ ആദ്യമൊക്കെ പോയായിരുന്നു, ഇപ്പൊ നിർത്തി. എല്ലായിടവും ചെന്നിട്ട് പറയുന്നത് നിങ്ങൾ ഷോൾ ഇടാതെ പുറത്തിറങ്ങരുത്, നിങ്ങൾ ലെഗിങ്സ് ഇടാതെ പുറത്തിറങ്ങുന്ന ആൾക്കാരുണ്ട്. കേരളം ഭയങ്കര റിഗ്രസീവ് ആവുകയാണ് ചെയ്ത. ലോകമെമ്പാടും നിയമം പഠിപ്പിക്കാൻ പിള്ളേരെ ലിബറേറ്റ് ചെയ്യാനും പഠിപ്പിച്ചപ്പോ ഇവിടെ എല്ലാവരും അങ്ങോട്ട് നിങ്ങൾ എല്ലാവരും ഇനി ശ്രദ്ധിക്കണം കേട്ടോ, പുറത്തിറങ്ങരുത്, അയ്യോ അമ്മയടുത്ത് പറയാതെ പുറത്തിറങ്ങരുത്. എന്ത് കാര്യമാണ്? അങ്ങനെയല്ല അതിപ്പോ ഡീൽ ചെയ്യേണ്ടത്. നമ്മളെ സംബന്ധിച്ച് എന്താണ് സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞു പഠിക്കാനും അത് അഡ്രസ് ചെയ്യാനും അത് കൺഫ്രണ്ട് ചെയ്യാനും അതിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ആണിനും പെണ്ണിനും പഠിപ്പിച്ചു കൊടുക്കണം. എങ്ങനെയാണ് ഹൗ ടു ഡീൽ വിത്ത് ഇറ്റ്. എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം വന്നു, നമ്മൾ എന്ത് കഴിക്കണമെന്ന് പഠിപ്പിക്കില്ല. ഏട്ടൻ ഡയബറ്റീസ് വരും, ഇത് കഴിച്ചുകൂടാ, മൈദ കഴിക്കരുത്, ഇത് കുറയ്ക്കണം എന്നൊക്കെ പറയുന്ന പോലെ ഫോണിൽ എന്ത് കാണാം, എന്ത് കണ്ടുകൂടാ, ഇത് ബോണ്ടേജ് സെക്സ് ആണ്, ഇത് കണ്ടാൽ ഇന്ന പ്രശ്നം വരും. എന്തുകൊണ്ടാണ് അമ്മയും അച്ഛനും തമ്മിൽ അടി കൂടുന്ന, അല്ലെ അമ്മ ഒരു ജാരനോടൊപ്പം കിടന്നുറങ്ങുന്ന കണ്ടിട്ടുള്ള ഒരു പയ്യൻ ഭയങ്കരമായിട്ട് ആ ശബ്ദങ്ങൾ കേട്ട് രാത്രി ഉറങ്ങാൻ പറ്റാത്ത, അച്ഛനില്ലാത്ത സമയത്ത് ഒരാൾ വരുമെന്നറിയാം, അവർ തമ്മിൽ സെക്സിന്റെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ എന്റെ കുട്ടിക്കാലം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു പയ്യൻ മുഴുവൻ സമയവും കാണുന്ന പണിഷിംഗ് വീഡിയോസ് ആണ്. സ്ത്രീ അടിക്ക് ചവിട്ട് ഒക്കെ ചെയ്യുന്ന വീഡിയോസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ മുഴുവൻ സമയവും സ്ത്രീകളെ മുഴുവൻ ഹെറസ് ചെയ്യാനും നീ വേശ്യയാണ്, നീ മറ്റവളാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അവന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൻ ആ കുട്ടിക്കാലത്ത് കേട്ട ഒരു കാര്യം, മോനെ ഇങ്ങനെയാണ് കുഞ്ഞെ, നിനക്ക് ഇതുകൊണ്ടാണ് നീ ഇത് ചെയ്യുന്നതെന്ന് ഓർമ്മിപ്പിച്ചപ്പോ അവന് പെട്ടെന്ന് ആ പ്രശ്നം തീർന്നു. ഇങ്ങനെ ഓരോരുത്തരുടെയും ഉള്ളില് പറയാൻ പറ്റാത്ത മറന്നുപോയി, അവൻ തന്നെ മറന്നുപോയി റിപ്രസ്ഡ് ആയിട്ടുള്ള എത്ര മെമ്മറീസ് ഉണ്ട്. എന്തുകൊണ്ട് പെൺകുട്ടിയെ ഒരു റിജക്ഷൻ ആയിരിക്കും ഒരു പക്ഷെ ഒരിക്കലും ഒരു ഹോമോസെക്ഷൽ ആയി പോകുന്നത്. നമ്മുടെ നാട്ടില് ഈ പറഞ്ഞ എത്ര ഗൗരവമായ വിഷയമാണ് ഇദ്ദേഹം ആദർശ് പറഞ്ഞത്. കാരണം ആണ് പെണ്ണ് തമ്മിൽ സംസാരിച്ചാൽ പോലീസ് വിളിച്ചോളൂ. അതുകൊണ്ട് ഇവിടെ മുഴുവൻ ലെസ്ബിയനും അല്ലെങ്കിൽ ഹോമോസെക്ഷലും തലയ്ക്കകത്ത് അങ്ങനെ ആയതുകൊണ്ടല്ല, നമ്മുടെ ജെൻഡർ വൈസ് അല്ല, നിവൃത്തി കേടുകൊണ്ട് ആണും പെണ്ണും പിന്നെ അത് കഴിഞ്ഞാൽ വീട്ടിൽ കിട്ടുന്നത് കുഞ്ഞ്. എത്ര ആൺപിള്ളേരാണ് ഇവിടെ മോളസ്റ്റ് ചെയ്യപ്പെടുന്നത്? എത്ര പേര് ഏനൽ സെക്സിന്റെ പേരിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന കൊച്ചാമ്പിള്ളേർ. ഞാൻ ഇന്നലെയും പറഞ്ഞാണ് 9 വയസ്സും 8 വയസ്സുള്ള ആമ്പിള്ളേർ ആര് കൺസിഡർ ചെയ്യുന്നവര്? അപ്പൊ അവൈലബിൾ ആയിട്ട് തിരിച്ച് പ്രതികരിക്കില്ല എന്ന് പറയുന്നവരെല്ലാം പുറത്ത് എടുക്കുവാണ്. എന്തുകൊണ്ട് മെച്യൂർ സെക്സ് ഇനിയെങ്കിലും നമുക്ക് അവതരിപ്പിച്ചു? എന്തിനാണ് ഇങ്ങനെ പാർക്കിലൊക്കെ പോയിരിക്കുന്ന പിള്ളേരെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നത്? എന്തിന്റെ കാര്യത്തിലെ പുറത്ത്? തിരുവനന്തപുരത്തൊന്നും നിൽക്കാൻ പറ്റൂല, അപ്പൊ അറസ്റ്റ് ചെയ്തോണ്ടോ. ഞങ്ങളെയൊക്കെ വന്ന് പിടിച്ചിട്ടുണ്ട്. സമയം അധികം ഇല്ല, എന്തായാലും ഞാനൊരു 2 വാചകം സംസാരിക്കാൻ വിചാരിക്കുകയാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ശരിയായിട്ടുള്ള സെക്സ് എന്താണെന്ന് ഇപ്പോഴും അറിയില്ല എന്നാണ് പലരോട് സംസാരിച്ചപ്പോൾ. ഞാൻ 500 സ്ത്രീകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവര് ഇപ്പോഴും ആനന്ദകരമായിട്ടുള്ള രതി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അത് അവരെ പാർട്ട്ണർമാരെ സംബന്ധിച്ചും അപ്പൊ സത്യമായിരിക്കും, അവരും അറിഞ്ഞിട്ടില്ല. ശരിയായ രതി എന്തെന്നറിയാത്ത, അതിന്റെ ആനന്ദം എന്തെന്നറിയാത്ത, അതിന്റെ സ്വാതന്ത്ര്യം എന്തെന്നറിയാത്ത, അതിന്റെ അനുഭൂതി എന്തെന്നറിയാത്ത സ്ത്രീ പുരുഷന്മാർക്ക് ഉണ്ടാവുന്ന കുട്ടികൾ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് അവരെയും നമ്മൾ വളർത്തിയെടുക്കുന്നത്. കുടുംബത്തിനുള്ളിൽ ഈ സെക്സ് എന്ന് പറയുന്ന മേഖല വളരെ ഇരുണ്ടതാണ്, വളരെ സൈലൻസ്ഡ് ആണ്, നിശബ്ദമാണത്, ഒരുതരം ഗൂഢാലോചനയാണ്. അച്ഛനും അമ്മയും എല്ലാം വളരെ ഇരുട്ടിൽ രഹസ്യമായി ഒക്കെ ചെയ്യേണ്ട എന്തോ ഒരുതരം വൈകൃതത്തിന്റെ പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണിത്. ഞാൻ സംസാരിച്ച ഈ 500 സ്ത്രീകളും അതിൽ 2-3 സ്ത്രീകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ രതി എന്താണെന്ന് അറിഞ്ഞിട്ടുള്ളത്. ബാക്കി സ്ത്രീകളൊക്കെ ഞാൻ സംസാരിച്ചതിന് ശേഷം പൊട്ടിക്കരഞ്ഞിട്ടുള്ള അനുഭവമാണ് എനിക്കുള്ളത്. ഇതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ പുരുഷന്മാരൊക്കെ ഇത് വലിയ അഗ്രസീവ് സെക്സ് ആണ്, ആക്റ്റീവ് സെക്സ് ആണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് ചുമ്മാണ്.
അതവര് ആണത്തം കാണിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് സെക്സിനെ പലപ്പോഴും കൊണ്ടു നടക്കുന്നത്. അതങ്ങനെയല്ല. ആണത്തം എന്ന് പറയുന്നതും പെണ്ണത്തം എന്ന് പറയുന്ന സംഗതികളെയും നമ്മൾ എന്നാണോ മറികടക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അത് മറികടക്കാൻ പറ്റുന്നത്, ഈ സെക്സ് എന്ന് പറയുന്ന ശരീരം മാത്രമല്ലെന്നും മനസ്സും വികാരങ്ങളും ആത്മാവും അതിന്റെ സർഗാത്മകതയും അതിന്റെ സ്വാതന്ത്ര്യവും അതിന്റെ ഒരുതരം ലയനവും ഒക്കെയാണ് രതി അല്ലെങ്കിൽ സെക്സ് അല്ലെങ്കിൽ പ്രണയം എന്നൊക്കെ പറയുന്നത്. സ്നേഹമില്ലാത്ത സെക്സിൽ ആണ് ഈ വയലൻസും വേദനയും അല്ലെങ്കിൽ അപമാനങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ആണും പെണ്ണും സ്നേഹിക്കുന്നില്ല, മറിച്ച് ഈ പറയുന്ന തരത്തിലുള്ള ശരീരത്തിന്റെ ചില ഈ കൊടുക്കൽ വാങ്ങലുകൾ. എപ്പോഴും സ്ത്രീ പാസീവായിട്ടിരിക്കുന്നു, അങ്ങനെയേ പാടുള്ളൂ എന്നുള്ളതാണ് പെണ്ണത്തത്തിന്റെ നിർവചനമായിട്ട് നമ്മൾ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് വിവാഹത്തിൽ. ഞാൻ മുല്ലപ്പൂ രാത്രി എന്ന് പറയുന്ന കഥ എഴുതിയിട്ടുള്ളത്